ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, കേട്ടിട്ട് 2 ആയാലും 3 ആയാലും അതുപോലെ സൈക്കോളജി, ഈ സെറ്റ് നെറ്റ് പോലെയുള്ള എല്ലാ എക്സാമിനും സൈക്കോളജി ചോദിക്കുന്നതാണ്. അത് മാത്രമല്ല പിന്നെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സൈക്കോളജി അതുപോലെ ടീച്ചിങ് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ കരുതുന്നു. നന്നായിട്ട് പഠിക്കാം. കേട്ടിട്ട് സർവീസിലുള്ളവർക്ക് ഇപ്പോൾ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ HSST എക്സാം സൈക്കോളജി 30 മാർക്കിന് സൈക്കോളജി ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കേട്ടിട്ട് മാത്രമല്ല, സെറ്റ് എക്സാമിനും കൂടി ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണാം. കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം 15 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ് പ്രൈമർലി ടു സർട്ടിഫൈ ഓർ ഗ്രേഡ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ്? എൻഡ് ഓഫ് എ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് അസസ്മെൻറ്റാണ്, ഏത് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ, ഒരു ആ പീരീഡിലുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുട്ടികളെ അസസ്മെൻറ്റ് നടത്തുന്നതാണ് ഫോർമേറ്റീവ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതിനുള്ള ഒരു റെമഡിയൽ ടീച്ചിങ് ആണ് ഡയഗ്നോസ്റ്റിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്മേറ്റീവ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ് നമ്മൾ ഗ്രേഡ് അതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Witness, a concept for classroom management refers to a teacher's ability to വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റാണ്, ഒരു കോൺസെപ്റ്റാണ്. ഇത് എന്താണ്? ടീച്ചേഴ്സ് എബിലിറ്റി എന്താണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആൻസർ പറയുന്നത് നോ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദി ക്ലാസ് റൂം അറ്റ് ഓൾ ടൈംസ്. അതാണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്? ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യണം. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് ചോദിക്കുമ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഫൈൻഡിങ് ദി സിംഗിൾ കറക്റ്റ് ആൻസർ. ഡൈവേർജൻറ്റ് തിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്ലുവൻസി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് പറയുന്നത്. ഫ്ലുവൻസിയാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്, ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് പറയുന്നത് ഫൈൻഡിങ് ദി സിംഗിൾ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ: എ ക്ലാസ് റൂം വെർ ദി ടീച്ചർ അലൗസ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റെസ്പെക്ട്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഫോളോസ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇത് എന്ത് തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഇവിടെ പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഒരു ഡെമോക്രാറ്റിക് അന്തരീക്ഷം വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിൻ്റ് കേൾക്കാനും അത് റെസ്പെക്റ്റ് ചെയ്യാനും അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അതിന് മറുപടി കൊടുക്കാനുമുള്ളൊരു സാധ്യത അവിടെ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ: വെൻ എ ടീച്ചർ ചേഞ്ചസ് ദി ലേണിംഗ് ഗോൾസ് ഓർ ദി ലെവൽസ് ഓഫ് ഡിഫിക്കൽറ്റി ഫോർ എ സ്റ്റുഡൻറ്റ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇറ്റ് ഇസ് കോൾഡ്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്പെഷ്യൽ നീഡ്സ് വേണം എന്നുള്ള ആ ഒരു സമയത്ത് ടീച്ചർ ഒരു ലേണിംഗ് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ചേഞ്ചസ് ദ ലേണിംഗ് ഗോൾസ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണ് ആൻസർ? അക്കമഡേഷനാണ്. അതായത് അവരെയും കൂടി അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 21st question: the heuristic method of teaching puts the student primarily in the position of ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഒരു സ്റ്റുഡൻറ്റിനെ എന്താണ് ചെയ്യുന്നത്? പ്രൈമർലി ഇൻ ദി പൊസിഷൻ ഓഫ് എ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി എന്താണ്? ഡിസ്കവറർ ഓർ റിസർച്ചർ. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഹി വാസ് എ ഡിസ്കവറർ ഓർ റിസർച്ചറാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് എ ടെസ്റ്റ് ഈൽസ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് എവറി ടൈം ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ടു ദി സെയിം ഗ്രൂപ്പ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഇറ്റ് ഹാസ് ഹൈ എന്താണ് അതിനെ? ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും, എവറി ടൈം അത് കൂടുതലാണ്. അതുപോലെ
എല്ലാ സമയത്തും അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഒരേപോലെ നിലനിൽക്കുന്ന കൺസിസ്റ്റൻസി റിസൾട്ട്സ് എവറി ടൈം ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റർ ടു ദ സെയിം ഗ്രൂപ്പ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് എല്ലാ സമയത്തും ഒരേപോലെയാണെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ അർത്ഥമാക്കുന്നത് റിലയബിലിറ്റിയാണ്. ഒരു ടെസ്റ്റിൻ്റെ റിലയബിലിറ്റിയെയാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാസ് പോപ്പുലറൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ. പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ടുവന്നത് ജോൺ ഡൂയി ആണെന്ന് നമുക്കറിയാം. അത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? വില്യം ഹേർഡ് കിൽപാട്രിക്, WH കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്, അതുപോലെ പോപ്പുലറൈസ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ദി മെയിൻ പർപ്പസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് ഇൻ ദി എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ്? ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. 25th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിലെ ക്യാരക്ടറിസ്റ്റിക് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ വാല്യൂഡ്. അവിടെ സ്റ്റുഡൻസിനാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിനാണ് നമ്മൾ ഫോക്കസ് എടുക്കുന്നത്. അവരുടെ ക്വസ്റ്റ്യൻസും അതുപോലെ അവരുടെ ഇൻട്രസ്റ്റുമാണ് നമ്മളവിടെ വാല്യൂ ചെയ്യുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റ് ഫോക്കസസ് ഓൺ. കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് ദി പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്. അതായത് നമ്മൾ എങ്ങനെയാണ് ടീച്ചിങ് ചെയ്യുന്നത് അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അതാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു, പകരം അവിടുന്ന് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് റെസ്പോൺസ്, അവരുടെ പ്രൊഡക്റ്റ് ഓഫ് ലേണിംഗ്. അതാണ് ഈ കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റെസിപ്രോക്കൽ ടീച്ചിങ് ബേസ്ഡ് ഓൺ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇൻവോൾവ്സ്. ഇനി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇതിലെ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് ടീച്ചിങ് ദെംസെൽസ് വിതൗട്ട് എനി ടീച്ചർ പ്രസൻസസ്. അതായത് സ്റ്റുഡൻസ് അവർ സ്വയം പഠിക്കുകയാണ് വിതൗട്ട് എനി ടീച്ചർ പ്രസൻസ്. അവിടെ ടീച്ചറിൻ്റെ പ്രസൻസിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ടീച്ചർ ആസ്ക് സ്റ്റുഡൻസ് ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ ഓൺ തിങ്കിങ് പ്രോസസ് ഇറ്റ് ഈസ് കോൾഡ്. ഒരു ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അവരുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് അറിയാൻ വേണ്ടിയുള്ളൊരു റിഫ്ലക്ഷൻ, അതിനെ പറയുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മെറ്റാ കോഗ്നിഷൻ എന്ന് പറയും. തിങ്കിങ് ബിയോണ്ട് തിങ്കിങ്, അങ്ങനെയൊക്കെ മെറ്റാ കോഗ്നിഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്നൊക്കെയുള്ള. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റിവിസം സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്. ദിസ് മീൻസ് ലേണേഴ്സ്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ആണ്. അപ്പോൾ ഇതെന്താണ് ലേണേഴ്സിനെ സംബന്ധിച്ച് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കൺസ്ട്രക്ട് ദെയർ ഓൺ മീനിങ് ഫ്രം എക്സ്പീരിയൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ടീച്ചർ ഒബ്സർവ്സ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രം ബട്ട് struggles to classify actual plants found in the school garden. According to the constructivist philosophy of learning, which instructional strategy would be most effective in this situation? അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഫിലോസഫി ഓഫ് ലേണിംഗ് ആണല്ലോ നമ്മൾ സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. സ്റ്റുഡൻസിനെ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ടീച്ചർ ഒബ്സർവ് ചെയ്യാണ്. സ്റ്റുഡൻറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം ബട്ട് സ്ട്രഗിൾസ് ടു ക്ലാസിഫൈ ആക്ച്വൽ പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ ദി സ്കൂൾ ഗാർഡൻ. അപ്പോൾ സ്റ്റുഡൻസിന് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം കാണിച്ചു കൊടുത്തിട്ട് അത് പക്ഷേ പുറത്ത് സ്കൂൾ ഗാർഡനിൽ കുട്ടികളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഭയങ്കര ശ്രമത്തിലാണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഫിലോസഫി ഓഫ് ലേണിംഗ് വ്യൂ വെച്ചിട്ട് വിച്ച് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്, ഏത് സ്ട്രാറ്റജിയാണ് മോസ്റ്റ് എഫക്റ്റീവായിട്ട് പറയുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എൻഗേജിങ് ദ സ്റ്റുഡൻറ്റ് ഇൻ എൻ എക്സ്പ്ലോർ ഫേസ് വേർ ദേ ഇൻട്രാക്ട് വിത്ത് റിയൽ പ്ലാൻസ് ടു ബിൽഡ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അതായത് സ്റ്റുഡൻസിന് അവിടെ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവർ ദേ ഇൻട്രാക്ട് വിത്ത് റിയൽ പ്ലാൻസ് ടു ബിൽഡ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ സ്വയം അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് എങ്ങനെ റിയലായിട്ട്. ഈ ഡയഗ്രാം പുസ്തകത്തിൽ കാണുന്ന ചെടികളെ ഡയഗ്രാമും അതുപോലെ റിയൽ ആയിട്ടുള്ള പ്ലാന്റ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം അവരവിടെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം 30 കഴിഞ്ഞ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻ, അതുപോലെ അതിൻ്റെ പാർട്ട് 2 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. കേട്ടിട്ട് ഇൻ സർവീസിലുള്ളവർക്ക് എത്രയും പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ ക്വാളിഫൈഡ് ആവണം എന്നാണ് സർക്കിളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വാളിഫൈ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനിയും കാണാം. ഇനിയും മറ്റു വീഡിയോയുമായിട്ട് ഞാൻ വരും. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാനൽ SS എജു ഹബ് എന്ന് പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.